പശ്ചിമേഷ്യയുടെ ചതുരംഗപ്പലകയിൽ ഇറാനും ഇസ്രയേലും അമേരിക്കയും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ആ യുദ്ധക്കനൽ ചെന്നെത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഹൃദയമിടിപ്പിലേക്കാണ്. ഒരു ഭൂഖണ്ഡത്തിനപ്പുറം നടക്കുന്ന ഈ സംഘർഷം കേവലമൊരു നയതന്ത്ര പോരാട്ടമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വലിയൊരു ആകുലതയാണ്. ലോകത്തിന്റെ ഊർജ്ജഞരമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് യുദ്ധഭീഷണിയിലാകുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജസുരക്ഷയും പ്രവാസികളുടെ ജീവിതവും ഒരേപോലെ മുൾമുനയിൽ നിൽക്കുന്നു. ഓരോ ബാരൽ ക്രൂഡ് ഓയിലിന്റെയും വിലക്കയറ്റം സാധാരണക്കാരന്റെ അടുക്കളയിലെ തീയുടെ ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരും അതീവ ജാഗ്രതയിലാണ്. ഭൗമരാഷ്ട്രീയത്തിലെ ഈ കൊടുങ്കാറ്റിനെ ഇന്ത്യ എങ്ങനെയൊക്കെ അതിജീവിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഇന്ത്യയുടെ ഊർജ്ജഭൂപടത്തിൽ ഹോർമുസ് കടലിടുക്കിന് ഒരു ജീവനാഡിയുടെ സ്ഥാനമാണുള്ളത്. നാം ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 90% വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുമ്പോൾ അതിൽ പകുതിയോളം വരുന്നത് സംഘർഷഭരിതമായ ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രതിദിനം 25 മുതൽ 27 ലക്ഷം വരെ ബാരൽ എണ്ണയാണ് ഇന്ത്യ ലക്ഷ്യമാക്കി ഈ കടലിടുക്ക് കടക്കുന്നത്. അതുകൊണ്ടുതന്നെ അവിടെ ഉയരുന്ന ഓരോ പുകയും ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിലെ വിലസൂചികയെ പ്രകമ്പനം കൊള്ളിക്കും. എണ്ണവിലയിലുണ്ടാകുന്ന ഓരോ $10 വർധനവും ഇന്ത്യയുടെ നാണയപ്പെരുപ്പത്തെ 0.25% വരെ ഉയർത്താൻ ശേഷിയുള്ളതാണ്. ഇത് കേവലം വാഹന ഇന്ധനത്തെ മാത്രമല്ല, ചരക്കുനീക്കത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും രാജ്യത്തെ നയിക്കും. എണ്ണയേക്കാൾ ഉപരിയായി ഗാർഹിക മേഖലയെ നേരിട്ട് ബാധിക്കുന്ന LPG, LNG ലഭ്യതയിലാണ് രാജ്യം അതീവ ജാഗ്രത പുലർത്തുന്നത്. ഇന്ത്യയുടെ പാചകവാതക ആവശ്യത്തിന്റെ 80-85% ഇറക്കുമതിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ക്രൂഡ് ഓയിലിന് ഏകദേശം 1 മാസത്തെ കരുതൽ ശേഖരം ഇന്ത്യയ്ക്കുണ്ടെങ്കിലും LPGക്ക് കഷ്ടിച്ച് 2 ആഴ്ചത്തെ സ്റ്റോക്ക് മാത്രമേയുള്ളൂ എന്നത് ഭീഷണിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്യാസ് കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ തടയപ്പെട്ടാൽ ഇന്ത്യൻ അടുക്കളകളിൽ സിലിണ്ടറുകൾക്ക് കടുത്ത ദൗർലഭ്യം നേരിടാം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയ്ക്കൊരാശ്വാസമാണെങ്കിലും അവ സുരക്ഷിതമായി എത്തിച്ചേരാനുള്ള ഗതാഗത ചെലവും സമയവും ഏകദേശം 25 മുതൽ 45 ദിവസം വരെ വലിയൊരു വെല്ലുവിളിയാണ്. ഈ പ്രതിസന്ധിഘട്ടത്തിൽ സ്വന്തം ഊർജ്ജസുരക്ഷ ഉറപ്പാക്കാൻ തന്ത്രപരമായ നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാൻ അനിവാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന 1 കോടിയോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവുമാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കേവലമൊരു തൊഴിൽ മേഖല എന്നതിലുപരി ഇന്ത്യയുടെ വിദേശനാണ്യ ശേഖരത്തിന്റെ നട്ടെല്ലായി വർത്തിക്കുന്നത് ഈ മണലാരണ്യങ്ങളിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസികളാണ്. 2024-25 കാലയളവിൽ ഇന്ത്യ സ്വീകരിച്ച $135 ബില്യൺ എന്ന റെക്കോർഡ് റെമിറ്റൻസിൽ ഏറിയ പങ്കും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നാണെന്നത് ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. UAEയിലെ വിദ്യാലയങ്ങളിൽ മാത്രം 2.5 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുവെന്നത് പ്രവാസം ഇപ്പോൾ വെറുമൊരു താൽക്കാലിക തൊഴിലാളി കുടിയേറ്റമല്ല, മറിച്ച് വേരുകളാഴ്ത്തിയ ഒരു വലിയ സമൂഹമാണെന്ന് തെളിയിക്കുന്നു. ഈ മേഖലയിൽ യുദ്ധം കൊടുമ്പിരിക്കുന്നത് കേവലം സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, വലിയൊരു സാമൂഹിക പ്രത്യാഘാതം കൂടിയാണുണ്ടാക്കുക. സംഘർഷം ദീർഘകാലം നീണ്ടുനിന്നാൽ പ്രവാസികളുടെ തൊഴിൽ നഷ്ടപ്പെടാനും നിർമ്മാണ സേവന മേഖലകൾ സ്തംഭിക്കാനും സാധ്യതയുണ്ട്. ഇത് പണമൊഴുക്കിനെ ബാധിക്കുന്ന വഴി ഇന്ത്യയുടെ വ്യാപാരക്കമി നികത്താനുള്ള ശേഷിയെ ദുർബലപ്പെടുത്തും. പ്രത്യേകിച്ചും കേരളം പോലുള്ള സ്ഥാനങ്ങളിൽ വിദേശത്തു നിന്നുള്ള പണത്തെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രാദേശിക വിപണികളും ബാങ്കിംഗ് മേഖലയും കടുത്ത തകർച്ച നേരിടാൻ ഇത് കാരണമാകും. പ്രവാസികൾ കൂട്ടത്തോടെ മടങ്ങേണ്ടിവരുന്ന സാഹചര്യമുണ്ടായാൽ അത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിപ്പിക്കുകയും കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം തകർക്കുകയും ചെയ്യും. ഇതിനാലാണ് ഗൾഫ് സുരക്ഷിത താവളമല്ല എന്ന ചിന്ത പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായൊരു ഓർമ്മപ്പെടുത്തലായി മാറുന്നത്. പ്രവാസികളുടെ ഓരോ ചുവടുവെപ്പും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയുമായി അത്രമേൽ ഇഴചേർന്നു കിടക്കുന്നു.
പശ്ചിമേഷ്യയിൽ ഇന്ത്യയ്ക്കുള്ള തന്ത്രപരമായ താൽപ്പര്യങ്ങൾ അത്രമേൽ വലുതാണ്. എന്നാൽ ഇസ്രയേലുമായുള്ള ഇന്ത്യയുടെ വളരുന്ന പങ്കാളിത്തം ഇറാന്റെ ഭാഗത്തുനിന്ന് ചില അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ സ്വപ്നപദ്ധതിയായ ഇറാന്റെ ചബഹാർ തുറമുഖം ഇന്ന് വലിയൊരു ഭീഷണിയിൽ നേരിടുകയാണ്. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ടുള്ള വ്യാപാരപാത തുറക്കാനായി ഇന്ത്യ കോടികൾ നിക്ഷേപിച്ച ഈ പ്രവേശന ഗേദവാടി അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെയും ഇപ്പോഴത്തെ യുദ്ധസാഹചര്യത്തിന്റെയും നിഴലിലാണ്. ചബഹാർ തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റി തന്ത്രങ്ങളെ സാരമായി ബാധിക്കും. നയതന്ത്രതലത്തിൽ ഇന്ത്യയുടെ നിഷ്പക്ഷത നിലനിർത്തുക എന്നത് ഈ ഘട്ടത്തിൽ ഒരു വലിയ അഗ്നിപരീക്ഷയായി മാറിയിരിക്കുന്നു. ഊർജ്ജ സുരക്ഷയ്ക്കുപരിയായി ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക മേഖലകളും ഗൾഫ് രാജ്യങ്ങളുമായി അവിഭാജ്യമായ രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിവർഷം ഏകദേശം $100 ബില്യൺ ചരക്കുകളാണ് ഇന്ത്യ ഈ മേഖലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ രാസവളങ്ങൾ, പെട്രോ കെമിക്കലുകൾ, നിർമ്മാണ മേഖലയ്ക്കാവശ്യമായ വ്യാവസായിക മിനറലുകൾ ഉൾപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലുണ്ടാകുന്ന ചെറിയൊരു ഗതാഗത തടസ്സം പോലും ഇന്ത്യയിലെ വളലഭ്യതയെ ബാധിക്കുകയും അത് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ ഉപജീവനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തകിടം മറിക്കുകയും ചെയ്യും. കൂടാതെ ഗുജറാത്തിലെ വജ്രം മുറിക്കുന്ന വ്യവസായം, പ്ലാസ്റ്റിക് നിർമ്മാണം തുടങ്ങിയ മേഖലകൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലയ്ക്കുന്നത് വലിയൊരു സാമ്പത്തിക ആഘാതത്തിന് വഴിവെക്കും. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം വിദേശകാര്യ പ്രശ്നമല്ല, അത് ഇന്ത്യയുടെ കൃഷിയിടം മുതൽ ഫാക്ടറികൾ വരെ നീളുന്ന ഒരു വലിയ അതിജീവന പോരാട്ടമാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നയതന്ത്ര മികവോടെയുള്ള ഇന്ത്യയുടെ ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇന്ത്യ നിലവിൽ കാത്തിരുന്ന് കാണുക എന്ന തന്ത്രപരമായ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നമുക്കൊരു വലിയ ആശ്വാസമാണെങ്കിലും അത് ഇന്ത്യൻ തീരത്തെത്താനെടുക്കുന്ന 25 മുതൽ 45 ദിവസം വരെ നീണ്ട കാലയളവ് ആഭ്യന്തര വിപണിയിൽ പെട്ടെന്നുള്ള ഇന്ധനക്ഷാമം സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ബാക്കിയാണ്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ആഗോളതലത്തിൽ ഉയരുന്ന എണ്ണവില ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റത്തിന് കാരണമാകാതെ കാത്തുസൂക്ഷിക്കുക എന്ന അതീവ ഗുരുതരമായ വെല്ലുവിളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സർക്കാരിനും മുന്നിലുള്ളത്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധജ്വാല എത്രയും വേഗം അണഞ്ഞില്ലെങ്കിൽ അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചാ കുതിപ്പിനുമേൽ വലിയൊരു കരിനിഴൽ വീഴ്ത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ആത്യന്തികമായി പശ്ചിമേഷ്യയിലെ ഈ അസ്ഥിരാവസ്ഥ ഇന്ത്യയ്ക്ക് കേവലം ഒരു വിദേശനയ പ്രതിസന്ധിയല്ല, മറിച്ച് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജീവിത ചിലവിനെ ബാധിക്കുന്ന ഒരു സാമ്പത്തിക വെല്ലുവിളിയാണ്. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുന്ന വഴിയുണ്ടാകുന്ന ചരക്കുനീക്കത്തിലെ സ്തംഭനം നമ്മുടെ കാർഷിക വ്യാവസായിക മേഖലകളെ തളർത്താതെ നോക്കാൻ നയതന്ത്രപരമായ കരുനീക്കങ്ങൾ അനിവാര്യമാണ്. 1 കോടിയോളം വരുന്ന പ്രവാസികളുടെ ജീവിതവും ഇന്ത്യയുടെ വിദേശനാണ്യ ശേഖരവും സംരക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഈ പ്രതിസന്ധിഘട്ടത്തിൽ അതീവ നിർണായകമാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയിൽ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന സമാധാന നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ രാജ്യത്തെ ഭാവി നിശ്ചയിക്കും.